അമ്മയ്ക്കും തിരുക്കാരനും 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ജനുവരി 24-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. പേര് അനു സിബി, പൊടിമറ്റം സെൻറ്റ് മേരീസ് ഇടവാംഗമാണ്. മകൻ ഷാരോൺ സെബാസ്റ്റ്യൻ. ഞങ്ങൾ ഉടമ്പടി എടുത്തത് കേസ് 4 സെൻറ്റ് സ്ഥലമേ ഞങ്ങൾക്കുള്ളൂ. അത് കേസിൽപ്പെട്ട് കിടക്കുകയായിരുന്നു 15 വർഷമായിട്ട്. ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈശോയെ അത് നീതിയായി പരിണമിപ്പിക്കണമേ എന്ന്. കേസ് ഞങ്ങൾക്ക് 4 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അത് 1 സെൻറ്റ് എതിർ കക്ഷിയുടേതാണെന്നും പറഞ്ഞാണ് കേസ് കൊടുത്തത്. ആ എതിർ കക്ഷി 2024 കേസ് തള്ളിപ്പോയി കഴിഞ്ഞ് വീണ്ടും കേസ് കൊടുത്തു. ആ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടും ഞാൻ ഈശോയോടും മാതാവിനോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, മാതാവെ നീതിയായി പരിണമിപ്പിക്കണമേ എന്ന്. ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ്സുകളെല്ലാം കറക്റ്റായിട്ട് കേൾക്കുകയും പത്രം കൊടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. എന്നെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തി. ദൈവമേ, ഒരു കാരണവശാലും അങ്ങിൽ നിന്ന് എന്നെ അകറ്റരുതേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ഒരു പ്രാവശ്യം അച്ഛൻ്റെ ടോക്കിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, 2 പത്രോസ് 1:5 തൊട്ട്, വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണ്ണമാക്കാൻ നിങ്ങൾ നന്നായി ഉത്സാഹിക്കുമെന്ന് അതെന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. കർത്താവായ ഈശോയെ, അതനുസരിച്ച് അതിലുള്ള കാര്യങ്ങളെല്ലാം സഹോദരങ്ങളോട് രമ്യപ്പെടാനും എല്ലാം നല്ല രീതിയിൽ ആരെന്തു പറഞ്ഞാലും അതെല്ലാം ക്ഷമയോടെ സഹിച്ച് മറുപടിയൊന്നും പറയാതെ എല്ലാം നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തു വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ ഞങ്ങൾക്ക് 2025 ഒക്ടോബർ 31-ാം തീയതി കേസ് പൂർണ്ണമായിട്ടും തള്ളിപ്പോയി. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആധാരം തിരികെ ലഭിച്ചു. അതാണിത്. ഞങ്ങൾക്ക് സഹോദരനോട് വെറുപ്പായിരുന്നു. 3 വർഷമായിട്ട് ഞാൻ സഹോദരനുമായിട്ട് മിണ്ടാതിരുന്നു. ഉടമ്പടി എടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പോയി സഹോദരനുമായി രമ്യതപ്പെട്ട ശേഷം എനിക്ക് മനസ്സിലായി, എല്ലാവരോടും പരിപൂർണമായിട്ട് ക്ഷമിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുകയുള്ളെന്ന്. അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ആത്മീയമായിട്ട് വളരാനും സാധിച്ചു. ഈശോയെയും മാതാവിനെയും ഒരുപാട് പ്രാവശ്യം ദർശിക്കുവാനുള്ള കൃപ തന്നു. എനിക്ക് TV-യിൽ ഒരു ദിവസം ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിൽ ഒരു കൈ എൻ്റെ തോളിൽ വന്ന് സ്പർശിച്ചു. അത് കഴിഞ്ഞാണ് കേസ് തള്ളിപ്പോയത്. എനിക്ക് ഇവിടെ വന്ന് 5ാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ ലഭിക്കുകയും മാതാവിനെ എടുക്കുവാനുള്ള കൃപ ലഭിച്ചിരുന്നു. അത് ഒക്കെ കഴിഞ്ഞാണ് എനിക്ക് ഈ സാക്ഷ്യം പറയാനുള്ള കൃപയായത്. അമ്മ മാതാവും തിരുക്കുമാരനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അമ്മ മാതാവേ, ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ പോകുകയും എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് ചെയ്യുകയും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്യുകയും ചെയ്തു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഓൾഡ് ഏജ് ഹോമിൽ പോകുകയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുകയും അവർക്ക് ഉപ്പും തൈലവും തേച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അവർ പത്രം വേണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കൊടുക്കുകയില്ല, തിരിച്ചു മേടിക്കും. എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് ചെയ്യുവാനുള്ള കൃപ നൽകി. എൻ്റെ മകൾ പഠിക്കുന്നത് നേഴ്സിങ്ങിനായിരുന്നു. അവൾക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്കൊന്നും ആദ്യം തന്നെ തിരുക്കുമാരനും കൃപാസന മാതാവിനും ഈ അൾത്താരയിൽ എന്നെ കൊണ്ടുവന്ന് നിർത്താൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഷാരോൺ സെബാസ്റ്റ്യൻ, സെൻറ്റ് മേരീസ് ഇടവാംഗമാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ കാലിൻ്റെ പാദങ്ങളിൽ വിണ്ട് കയറുന്ന രീതിയിലായൊരു അസുഖമുണ്ടായിരുന്നു. അത് കുറേ ഡോക്ടേഴ്സിനെയും കുറേ ഓയിൽമെൻറ്റും എല്ലാം ട്രൈ ചെയ്തിട്ടും ഒരു മാറ്റവും അതിനില്ലായിരുന്നു. ബട്ട് ഞാൻ 28 മെയ് മാസം ഈ വർഷമാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഏകദേശം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ കാൽപാദങ്ങളിൽ അങ്ങനെ വിണ്ട് കയറി വരുന്നൊരു അസുഖം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അമ്മ ഉടമ്പടിയിലായിരിക്കുമ്പോഴാണ് ഞാൻ ഇവിടുത്തെ അമ്മ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഇവിടുത്തെ തൈലവും ഉപ്പും അമ്മ കാലിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു രാത്രി കിടക്കാൻ നേരം. അങ്ങനെ അത് തേച്ചതിൻ്റെ ഫലമായിട്ട് അതിന് മാറ്റമുണ്ടാവുകയും കാലിൻ്റെ വിണ്ടുകീറുകളിലൊക്കെ നിൽക്കുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് തന്ന കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു.
അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഈ നിലനിൽപ്പിൽ ഞങ്ങളുടെ ഈ വരം അങ്ങോളം അങ്ങേ ഈശോയെ അറിഞ്ഞ് ആഴത്തിൽ നിന്ന് പോകാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 12-ാം തിരുവചനം. ഞങ്ങളുടെ ദൈവമേ, അങ്ങ് അവരുടെ മേൽ ന്യായവിധി നടത്തുകയില്ലേ? ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യവ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾ അശക്തരാണ്. എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും ഞങ്ങൾ അങ്ങയെ അഭയം പ്രാപിക്കുന്നു. അനു എന്ന ഈ സഹോദരി മകനോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുമ്പോൾ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 15 വർഷമായിട്ടുണ്ടായിരുന്ന അവരുടെ ഒരു ലാൻഡ് ഇഷ്യൂ ആണ്. അവർക്ക് 4 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നത്. ഒരു എതിർകക്ഷി അത് അവരുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു കേസ് കൊടുത്തിരുന്നു. 15 വർഷക്കാലമായിട്ട് ആ കേസ് നീണ്ടുപോയി. കേസ് തള്ളിപ്പോയെങ്കിലും വീണ്ടും അത് ഹൈക്കോർട്ടിലേക്ക് അവർ അപ്പീൽ ചെയ്തതിൻ്റെ ഫലമായി കേസ് വീണ്ടും നീണ്ടുപോയി. പക്ഷേ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് 5ാമത്തെ പുതുക്കലിനാണ് ഒരു ദൈവിക സാന്നിധ്യത്തോടുകൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരു കൈവെപ്പോടുകൂടി ഈശോ സ്പർശിച്ച ഒരു അനുഭവത്തോടു കൂടിയാണ് ഞാൻ നിനക്ക് നീതി നടത്തിത്തരുമെന്ന് ഈശോ ഉറപ്പ് നൽകി അവർക്ക് അവരുടെ നീതി നടത്തുകയും ഹൈക്കോർട്ടിൽ നിന്ന് അവർക്ക് ആ കേസ് തള്ളിപ്പോവുകയും അവരുടെ ആധാരം കയ്യിൽ കിട്ടുകയും ചെയ്തതിന് അവർ കോടാനുകൂടി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുകയാണ്. എത്ര തന്നെ അസാധ്യമായ കാര്യം, 15 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ നീണ്ട കാലഘട്ടമാണ്. അത്രയും കാലത്തോളം തങ്ങളുടെ 1 ഇഞ്ച് ഭൂമിക്ക് വേണ്ടി അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ദൈവം നിലയിറങ്ങുമ്പോഴാണ് അവരുടെ കാര്യങ്ങൾക്ക് ദ്രുതഗതിയിൽ ഉടൻ പരിഹാരം നൽകുന്നതെന്ന് ഈ അമ്മ ഇവിടെ ഏറ്റു പറയുന്നു. നമ്മുടെ എത്ര തന്നെ സങ്കടമുള്ള കാര്യങ്ങളായാലും നമ്മൾ എഴുതിത്തള്ളിയിട്ടുള്ള അസാധ്യമെന്ന് എഴുതിത്തള്ളുന്ന കാര്യങ്ങൾ പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹം പോലെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മധുരമുള്ളതാക്കാനും നമ്മുടെ ജീവിതത്തെ കൂടുതൽ വീഞ്ഞുപോലെ ലഹരിയുള്ളതാക്കാനും അമ്മയ്ക്ക് ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു തരാൻ സാധിക്കുമെന്നാണ് ഈ സാക്ഷ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മകന് 5ാം ക്ലാസ് മുതലുണ്ടായിരുന്ന കാല് വിണ്ടുകയറുന്ന ഒരു അസുഖം ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തൈലവും ഉപ്പും ഉപയോഗിച്ചവൻ പ്രാർത്ഥിക്കുകയും ഉടമ്പടി ചെയ്ത് ജീവിതം ആരംഭിക്കുകയും ചെയ്തപ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടായ ആത്മീയമായ ജീവിതം വളരെ ഉന്നതമായ അവനെ ഈശോ സ്പർശിക്കുകയും പരിശുദ്ധ അമ്മയുടെ ഇപ്പോഴും സാമീപ്യം അവന് ലഭിക്കുകയും ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്ക് ഭൗതികമായ അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്നതിനേക്കാൾ ഈശോയെ അനുഭവിക്കുവാൻ സാധിക്കുന്നു. ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാധിക്കുമ്പോൾ ഈശോയെ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ആണ് നമുക്ക് ഒരു ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ നമുക്ക് സാധിക്കേണ്ട ഏറ്റവും വലിയ നേട്ടം. നമ്മെ നിത്യതയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അനു എന്ന അമ്മ ഈ സഹോദരി പറഞ്ഞതുപോലെ ഞങ്ങൾ ഇതിൽ നിലനിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നത് പോലെ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. അവിടുന്ന് മുന്തിരിവള്ളിയും നാം അതിൻ്റെ ശാഖകളുമാണ്. അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കാനാണ് ഈശോ നമ്മോട് എപ്പോഴും ആവശ്യപ്പെടുന്നത്. അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കാൻ വേണ്ടി അതുപോലെ തന്നെ വിവിധങ്ങളായ പ്രശ്നങ്ങളോടെ പ്രതിസന്ധികളിലൂടെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.